കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മുതിരപ്പറമ്പിലുള്ള ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പടിഞ്ഞാറേ കേരള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷീകരണത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് വൈകിയ സമയത്തൂടെ ആയിരിക്കുന്നത്. ഞങ്ങൾ അല്പസമയം ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം നിങ്ങളോട് അറിയിക്കുവാനായിട്ടാണ്. യേശുക്രിസ്തുവിലുള്ള ഈ വലിയ രക്ഷയെക്കുറിച്ച്, ഞങ്ങൾ അറിഞ്ഞ ഈ വലിയ സത്യത്തെക്കുറിച്ച്, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ സമാധാനത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ അല്പസമയം ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഈ വചന കേൾവിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. ജിനു ഐസക് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വൈകിയ വേളയിൽ ഞങ്ങൾ സഭയാ കുടുംബങ്ങൾ ഒരുമിച്ച് ദൈവദാസനുമായി ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നപ്പാ, ഞങ്ങൾ പരസ്യത്തിനായി കടന്നു വന്നിരിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകള് ഈ ദേശത്തിനും ദേശനിവാസികൾക്കും അനുഗ്രഹത്തിനും മാനസാന്തരത്തിനും കാരണമാക്കി തീർക്കുമാറാകണമേ. തിരുവചനം പ്രസംഗിക്കുന്ന അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ അനുഗ്രഹിക്കുമാറാകണമേ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് അത് അനുഗ്രഹത്തിനും വീഴ്ത്തലിനും കാരണമാക്കി തീർക്കുമാറാകണമേ നാഥ. അതവർക്ക് ഹൃദയത്തിൽ സ്പർശിപ്പാൻ തക്കവണ്ണം, സത്യദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം അവർ ഹൃദയങ്ങളെ തുറക്കുമാറാകണമേ. ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പരസ്യോഗത്തിന്റെ ആദ്യവടന്തം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടങ്ങ് മറുപടി അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്പോൾ നമുക്ക് മനോഹരമായ കുറച്ച് പാട്ടുകൾ നമുക്ക് കേൾക്കാം. ആദ്യമായി വരുവിൻ യേശുവിൻ അരികിൽ എന്നുള്ള ഗാനം പാടുന്നത് ജിനു ഐസക്, സെൽവ, വേണിത ജോസ്. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. കൃപമേ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നവൻ ശരണം, നിങ്ങൾ കരുളും ശാശ്വത ശരണം. കൃപമേ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നവൻ
നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഒരു ഗാനം കൂടി പാടുവാനായിട്ട് ജിനു ഐസക്കിനെ ക്ഷണിക്കും. യഹോവേ യഹോവേ എന്നെ അറിയും എൻ ദൈവമേ യഹോവേ യഹോവേ എന്നെ അറിയും എൻ ദൈവമേ എന്റെ ഇടയൻ എന്റെ വഴിയിൽ എന്നെ നോക്കും എന്റെ പാലകനേ നീ വാ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച ജിനു ഐസക്കിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഒരു പാട്ട് ആലപിക്കുന്നതിനായി ഷാരിനെ ക്ഷണിക്കുന്നു. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ
യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നതിനായി പടിഞ്ഞാറേ കല്ലട അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ദിനേഷ് പത്തനാപുരത്തെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട മുതിരപ്പറമ്പിലുള്ള ഞങ്ങളുടെ സ്നേഹനിധികളായ നാട്ടുകാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഞങ്ങൾ പടിഞ്ഞാറേ കല്ലട അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ വിശ്വാസികളാണ്. അവിടുത്തെ ദൈവജനമാണ്. ഞാൻ ആ സഭയുടെ പാസ്റ്ററായി ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ പാട്ട് പാടുകയും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത് വെസ്റ്റ് കല്ലട സഭയിലെ പ്രിയപ്പെട്ട ദൈവജനമാണ്. ഇന്ന് ഈ ഞായറാഴ്ച എന്തിനാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ പാടുകയും നിങ്ങളുടെ മുമ്പാകെ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്ന് ഒരു പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആലോചിക്കുന്നുണ്ടാകും. അതിപ്രധാനമായ ചില സത്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന് ഗുണമാകുന്ന, അനുഗ്രഹമാകുന്ന ചില ആത്മിക സത്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വല്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്റെ മുമ്പിൽ പ്രായമുള്ള ചില മാതാപിതാക്കളൊക്കെ ഇരിപ്പുണ്ട്. സഹോദരി സഹോദരന്മാരായ ഒരുപാട് പേര് ഇവിടെയൊക്കെ ഉണ്ട്. ഭവനത്തിനകത്തിരുന്നൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. പണ്ടത്തെ കാലമല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം. വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, നിലമ്പൂര് അവിടെ ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ, 25 വയസ്സ് മാത്രം പ്രായമുള്ള യൗവനക്കാരനായ ആ സഹോദരൻ പെറ്റമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. നിങ്ങൾ ആ വാർത്ത കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നൊന്തു പ്രസവിച്ച മകൻ ആ പെറ്റമ്മയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിക്കേറ്റി, ഒരു സങ്കോചവുമില്ലാതെ, ഒരു മനപ്രയാസവുമില്ലാതെ. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി അല്ലെങ്കിൽ 2025 തുടക്കം നമ്മള് മറ്റൊരു വാർത്ത കേട്ടുകൊണ്ടാണ് രാവിലെ ആരംഭിച്ചത്. അത് വേറൊന്നുമല്ല, ന്യൂ ഇയറിന്റെ ആഘോഷത്തോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് 14 വയസ്സുള്ള ഒരു മകൻ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി. ഞാൻ ഈ പറയുന്ന വാർത്തകൾ ഇന്നൊരു വാർത്തയെ അല്ലാതായി. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വാർത്തകൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും, അയ്യോ വലിയ സംഭവമായി പോയി, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ നിരന്തരം കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോ അതിനകത്ത് അതിശയോക്തി ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരം വാർത്തകൾ നമുക്കിന്നൊരു വാർത്തയല്ല. കാരണം എന്താ? നിരന്തരം ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മനുഷ്യൻ എന്താ പറ്റിയത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റിയത്? അല്ലേ? എന്തോ ഒരു തകരാറ് മനുഷ്യർക്ക് പറ്റിയിരിക്കുന്നു. ഞാൻ പറയാം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമാണ്. നമ്മുടെ സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, കുഞ്ഞുങ്ങളൊക്കെ ധാരാളമായി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ കേരളം എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ സന്തോഷമാ, അഭിമാനിക്കാൻ ഒത്തിരി ഉണ്ട്. ഈ കേരളം വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലാണ്. കേരളത്തിൽ സാക്ഷരതാ നിരക്ക്
98% കൂടുതലാണ്. ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തിനും ഇത്തരം ഒരു മേന്മ അവകാശപ്പെടാനില്ലാതിരിക്കുമ്പോൾ കേരള സംസ്ഥാനം 98% സാക്ഷരരാ. നമ്മുടെ സംസ്ഥാനം വൈദ്യശാസ്ത്രപരമായി ഒരുപാട് മുന്നേറി. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ സംവിധാനമൊക്കെ ഏറ്റവും മെച്ചപ്പെട്ടതാ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു, ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ സംവിധാനത്തിനുമൊക്കെ കോവിഡിന്റെ ഒക്കെ കാലത്ത് ധാരാളം അവാർഡുകളൊക്കെ ലഭിച്ചു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. കാരണം ഇവിടുത്തെ ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അപ്പോ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായിട്ടുമൊക്കെ മെച്ചപ്പെട്ടതാ. മിക്കവാറും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വീടുകളുണ്ട്, വീടില്ലാത്തതൊക്കെ ചുരുക്കമാ. വീടില്ലാത്തവർക്കൊക്കെ ഗവൺമെന്റ് നല്ല വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പണ്ടൊക്കെ ആഹാരത്തിനും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാ. പക്ഷേ ഗവൺമെന്റ് വളരെ ഉദാരമായി റേഷൻ കടയിലൂടെ ഇപ്പോ എല്ലാവർക്കും ആവശ്യത്തിനൊക്കെ കൊടുക്കുക. അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പട്ടിണി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായതൊക്കെ ഉണ്ട്. നമ്മുടെ ആളുകളൊക്കെ വിദേശങ്ങളിൽ ഗൾഫിലും മറ്റുമൊക്കെ ജോലി കിട്ടി. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിലെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ടായി ഗൾഫിലും മറ്റുമൊക്കെ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുണ്ടായി നഴ്സുമാരായി ഡോക്ടർമാരായി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇവിടെ ജീവിക്കാൻ ആളില്ല. കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തൊക്കെ പോവാ. ഇപ്പൊ മാതാപിതാക്കൾ പ്രായമുള്ളവർ മാത്രം പറയുക, നാട്ടിലാകുക. ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇപ്പോ മെച്ചപ്പെട്ട നിലയിലാ, സാമ്പത്തികമായിട്ട് മെച്ചമായ നിലയിലാണ്. ഭവനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ സംവിധാനം മെച്ചമാ. പക്ഷേ നമ്മുടെ ഈ മെച്ചമായ ഈ കാര്യത്തെയൊക്കെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വല്ലാത്ത കൂടിയ ഉപഭോഗം. ഒരു കുടുംബം മദ്യപാനം കൊണ്ട് തകരുന്ന ചിത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന, ഇന്ന് നല്ല ശമ്പളമാണ് നമ്മുടെ നാട്ടിൽ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നല്ല കൂലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1000 രൂപ ഒരാൾക്ക് ശമ്പളം കിട്ടിയാൽ അതുകൊണ്ട് ഓടി ബിവറേജിലേക്ക് പോകുക, അവിടെ ക്യൂ നിന്ന് എന്തനുസരണയോടെ ക്യൂ നിന്ന് ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി കുടിക്കുക. അതിലെ നല്ലൊരു ശതമാനം തുകയും മദ്യത്തിന് വേണ്ടി ചെലവഴിക്കും. എന്താ ഇത് കഴിഞ്ഞിട്ട് ഭവനത്തിനകത്ത് വന്ന് സമാധാനമില്ലാത്ത അന്തരീക്ഷം, ഭാര്യ തല്ലുന്നവർ, കുഞ്ഞുങ്ങളെ തല്ലുന്നവർ, ഭവനത്തിനകത്ത് ഈ സമാധാനമില്ലാത്ത അന്തരീക്ഷം മുതലെടുത്തുകൊണ്ട് ഇതാ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുക. കുറെ കഴിയുമ്പോൾ അവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലഹരിക്കടിമയായി കൊലപാതകത്തിനും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനുമൊക്കെ ശക്തമായി മുന്നോട്ടിറങ്ങുന്നു. എന്റെ ചോദ്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തിനൊക്കെ എന്താ പരിഹാരം? നാട്ടിൽ ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ടാണോ? ഭരണ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? ക്രമസമാധാനം പാലകരില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഇവരൊക്കെ നല്ലപോലെ ഉണ്ട്. എത്ര കേസുകളാ ചാർജ് ചെയ്യുന്നത്? കണക്കൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയാ. പക്ഷേ എന്നിട്ടും എന്താ ആളുകൾ നന്നാവാത്തത്? കേരള സംസ്ഥാനത്തിന്റെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. കൊട്ടിക്കോഷിച്ച് നടത്തുന്ന വിവാഹങ്ങൾ, ആഡംബര വിവാഹങ്ങൾ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരുമിച്ച് ജീവിക്കാനായിട്ടൊക്കെ തീരുമാനിച്ച് മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ആശീർവാദത്തോടൊക്കെ ജീവിതം തുടങ്ങുക. പക്ഷേ അതിന്റെ ആയുസ് അല്പായുസ് മാത്രം. വിവാഹമോചന കേസ് കുന്നനെ കൂടുകയാണ്, കുടുംബ ബന്ധങ്ങൾ തകരുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു ഫാഷനായി പറയുക, കുട്ടികൾ ഇപ്പോൾ വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അല്പം കൂടെ കടത്തി പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിത സംവിധാനം, ലിവിങ് ടുഗദർ എന്ന് പറയും. രണ്ട് പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചാൽ അവർ ഒരുമിച്ചങ്ങ് ജീവിച്ചു തുടങ്ങുക. കുറച്ചുനാൾ ഈ ജീവിതമൊക്കെ ഒന്ന് ജീവിച്ചിട്ട് വേണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അവർ വേർപിരിയുക. അതിന് പറയുന്ന പേരാ ലിവിങ് ടുഗദർ. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനവും അങ്ങനെ തന്നെയാ. ഞാൻ അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, സാധാരണ ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കുകയാ, സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ മനുഷ്യന്റെ പ്രശ്നം? ഇങ്ങനെയായിരുന്നോ മനുഷ്യൻ?
ഇങ്ങനെ ആയിരിക്കാൻ വേണ്ടിയാണോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. മനുഷ്യന് എന്താ പറ്റിയത്? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല, ലോകം മുഴുവനും ഇത് തന്നെയാ അവസ്ഥ. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരായി മനുഷ്യൻ മാറിയിരിക്കുന്നു. സ്വാർത്ഥതയാണ് മനുഷ്യന് ലക്ഷ്യം. അവന് ജയിക്കണം, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, അല്ലെ? അവിടെ മാതാപിതാക്കളെന്നോ സഹോദരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ജയിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. എന്റെ ചോദ്യം, മനുഷ്യൻ എന്താ പറ്റിയത്? എന്താ പറ്റിയതെന്നുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യന് പറ്റിയത്, മനുഷ്യന് ദൈവമില്ലാത്ത ജീവിതം, അതാണ് മനുഷ്യന് പറ്റിയത്. ഞാനിത് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാതാക്കൾ, സഹോദരങ്ങളൊക്കെ ചോദിക്കും, പാസ്റ്ററെ, ഞങ്ങളൊക്കെ ദൈവത്തെ വിളിക്കുന്നവരാ, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ദൈവമുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ എന്റെ ചോദ്യം, ഒരു യഥാർത്ഥ ദൈവവുമായിട്ട് ആ മനുഷ്യന് ബന്ധമുണ്ടായാൽ ഞാൻ ഈ പറയുന്ന പ്രശ്നത്തിനെല്ലാം പരിഹാരം വരുത്തും. ഞങ്ങളിന്ന് ബൈബിളിലെ ചില സത്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. തത്വശാസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഞങ്ങൾക്കില്ല കേട്ടോ. മനുഷ്യൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. മനുഷ്യൻ ഇങ്ങനെ അധപ്പതിച്ച് മൃഗത്തെക്കാൾ കഷ്ടമായി ജീവിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നിങ്ങൾ ചോദിക്കും, ആരായി ദൈവം? എന്റെ പ്രിയപ്പെട്ടവരെ, ആരായി ദൈവം എന്ന് ചോദിച്ചാൽ സർവപ്രപഞ്ചവും സൃഷ്ടിച്ച, സകലത്തിന്റെയും അധികാരിയായ, സകലത്തിന്റെയും ഉടയവനായ ഒരേ ഒരു ദൈവം, ഏക സത്യ ദൈവം. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആരുമില്ലാത്തവനല്ല. മനുഷ്യനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവന്റെ ഉടയവൻ, പടച്ച തമ്പുരാൻ, ദൈവം. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാ. ബൈബിള് പറയുന്നു, മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു രൂപമുണ്ട്, ആ രൂപമാണ് നമുക്കെന്നാണോ? അല്ല, അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം. ദൈവത്തിന് നമ്മളെ പോലെ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്. ആ രൂപത്തിൽ നമ്മെ പോലെ മനുഷ്യരെ കാണുന്നത് പോലെ ദൈവത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ആത്മാവാണ്. ബൈബിൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ബൈബിൾ പറയുന്നത് ഇത് നിങ്ങളോട് പറയാനാ താല്പര്യം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവം ആത്മാവാ. ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ആ ആത്മാവിനാൽ ദൈവം പറയുക, ദൈവം ആത്മാവാകയാൽ ആത്മാവായ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപിയായി സൃഷ്ടിച്ചു. ബൈബിൾ പറയുന്നത് ഭൂമിയിലെ സകല ജരാചരങ്ങളെയും ദൈവം തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചനന്തരം ഭൂമിയിലെ പൊടി കൊണ്ട് മണ്ണുകൊണ്ട് മെനഞ്ഞ് മനുഷ്യരൂപമുണ്ടാക്കി മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അപ്പോൾ സംഭവിച്ചു എന്താണെന്നറിയാമോ? മനുഷ്യന്റെ അകത്ത് ദൈവം തന്റെ ആത്മാവിനെ നൽകി. എന്തിനാ ദൈവം തന്റെ ആത്മാവിനെ നൽകിയത്? ദൈവം ആത്മാവാകയാൽ, ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ദൈവവുമായി നമുക്ക് സമ്പർക്കമുണ്ടാകത്തുള്ളൂ, ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജനമേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ആത്മാവ് നൽകി മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കാ. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? എന്റെ മുമ്പിലിരിക്കും നിങ്ങളോട് പറയാം, എന്റെയും നിങ്ങളുടെയും വില എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറമേ കാണുന്ന ശരീരത്തിന്റെ വിലയല്ല. ഇത് ഈ മണ്ണിൽ നിന്ന് എടുത്തതാ. ഈ മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടമായാൽ ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരം ഈ മണ്ണിലേക്ക് തിരികെ ചേരും. ശരിയല്ലേ? അതാണ് സത്യം. ഈ മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരാത്മാവിനെ അല്ല ദൈവം നമ്മുടെ അകത്ത് നൽകിയത്, അമർത്യമായ നാശമില്ലാത്ത ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇങ്ങനെ ആത്മാവ് നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ? ദൈവവുമായിട്ട് കൂട്ടായ്മ കൂടാൻ. മനുഷ്യൻ എന്താ പറ്റിയത്? അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു. എന്താ മനുഷ്യന്റെ പാപം? പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഏറ്റവും ലളിതമായ ഭാഷയിൽ അനുസരണക്കേട് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ കൽപ്പനകളോടും അവിടുത്തെ ഇഷ്ടങ്ങളോടുമുള്ള മനുഷ്യന്റെ മറുതലിപ്പാണ് പാപമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് പാപമെന്ന വാക്കിന് ബൈബിളിന്റെ ഭാഷയായ, പുതിയ നിയമത്തിന്റെ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഹമാർത്തിയ എന്നൊരു പദമാ. എന്താ അതിന്റെ അർത്ഥമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ അർത്ഥം, ഒരു വേടൻ
തന്റെ കയ്യിലുള്ള അമ്പും വില്ലും ഉപയോഗിച്ച് ദൂരെ മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയെ എയ്യുകയാണ്, അമ്പെയ്യുകയാണ്. അമ്പെയ്യുമ്പോൾ ഈ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാതെ മാറിപ്പോയി. ആ സമയം ഈ വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹമാർട്ടിയ. എന്താ അതിന്റെ അർത്ഥം? ലക്ഷ്യം തെറ്റിപ്പോയി. ഞാൻ ആ പക്ഷിയെ എയ്തതാ, പക്ഷെ എനിക്ക് ലക്ഷ്യം തെറ്റിപ്പോയി. ദൈവം എന്നെയും നിങ്ങളെയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ സൃഷ്ടിച്ചു. എന്താ ദൈവത്തിന്റെ ആ പരമമായ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവവുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ദൈവവുമായിട്ട് സമ്പർക്കമുണ്ടായി നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടവും ഹിതവും നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവന്റെ മക്കളായി ജീവിക്കണമെന്നതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ദൈവത്തിങ്കൽ നിന്ന് അവരകന്നുപോയി. പാപത്തിന്റെ ഫലമായി ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുതയായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ തേജസ് നഷ്ടമായി. മനുഷ്യൻ പാപിയായി മാറി. പാപിയായ മനുഷ്യൻ, ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്നേക്കും അകന്നുപോയി. അതാണ് ലോകത്തിലുള്ള സകല മനുഷ്യനും സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം. സർവശക്തനായ ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയാതെ പാപത്താൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അകൽച്ചയുടെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ഈ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണം. മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നില്ല. ബൈബിള് പറയുന്നത് മനുഷ്യരെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, നിഷ്കളങ്കരായി സൃഷ്ടിച്ചു, ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ പാപത്തിന്റെ ഫലമായി മനുഷ്യൻ ഇന്ന് കാണുന്ന സകല അതിക്രമങ്ങളും സകല വക്രതകളും ചെയ്യാൻ തുടങ്ങി. അപ്പനെയും അമ്മയും തിരിച്ചറിയാത്തവനായി മനുഷ്യൻ മാറി. അല്ലേ, മൃഗങ്ങൾക്ക് പോലും സ്വന്തം ഇണയെ അറിയാം, സ്വന്തം ഇണവെട്ടിണ ചേരാറില്ല. പക്ഷേ മനുഷ്യൻ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് അധർമ്മവും ചെയ്യുന്ന മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോയതിന് കാരണം ദൈവം അകർത്തു കൊടുത്ത ആത്മാവ് മൃതമായി പോയത് കൊണ്ടാണ്. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഇന്ന് മൃഗത്തെക്കാൾ കഷ്ടമാ. ശരിയല്ലേ? ഏതെങ്കിലും മൃഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂട്ടത്തിൽ അല്ലെ കൂടെ നിൽക്കുന്ന ഒന്നിനെ അത് ഭക്ഷിക്കാറില്ല. പക്ഷെ മനുഷ്യനോ, സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ കുഞ്ഞുങ്ങളോ ആരുമാകട്ടെ, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊല്ലാനോ അല്ലെ എന്ത് ദ്രോഹം ചെയ്യാനോ മടിക്കില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ തേജസ് പോയത് കൊണ്ടാ. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്റെ കാര്യമാ ഞങ്ങൾ പറയുന്നത്. ദൈവവുമായിട്ട് പാപം ചെയ്ത് അകന്നുപോയി ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അതിനകത്ത് മതത്തിന്റെ വ്യത്യാസമില്ല, അതിനകത്ത് പ്രായം കൂടുതലുള്ളവരെന്നോ കുറഞ്ഞവരെന്നോ വ്യത്യാസമില്ല, അതിനകത്ത് വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ല. സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന മനുഷ്യൻ പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ദൈവത്തെ എനിക്കൊന്ന് പ്രസാദിപ്പിക്കണം, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോകണം. അതിന് മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗമാണ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കുക, സൽപ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പ്രസാദിക്കണമെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം പ്രസാദിക്കും? മനുഷ്യൻ അന്വേഷിച്ചു. ദൈവത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്യാം, ദൈവം പ്രസാദിക്കട്ടെ. അല്ലെ, പല മതങ്ങൾ പല ആചാരങ്ങൾ ഉണ്ടാക്കി. ക്രൈസ്തവരെ നോക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആണ്ടിലൊരിക്കൽ അല്ലെ അവർ കുരിശുമലയിലേക്ക് പോകുന്നു, വലിയ കുരിശും എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് അവരോട് വിരോധമില്ല. എന്താ ലക്ഷ്യം? നിങ്ങൾ അവരോട് ചോദിക്കണം, എന്തിനാ പോകുന്നത് ചോദിച്ചാൽ ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് പ്രസാദിക്കണം. ഇസ്ലാമികരെ നോക്കൂ, അവർ ഹജ്ജിന് പോകാറുണ്ടല്ലേ. എന്താ ലക്ഷ്യം? വലിയ പുണ്യമായ നിലയിൽ കരുതി ഹജ്ജിന് പോകുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ ദൈവമായ അള്ളാഹു ഒന്ന് പ്രസാദിക്കണം. അല്ലെ, ഹൈന്ദവ വിശ്വാസികൾ നോക്ക്, എത്ര ഭക്തിയോടെ ഭാവനതയോടെ അവർ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നേർച്ചകളും വഴിപാടുകളും പൂജകളും ഒക്കെ അർപ്പിക്കുന്നവരല്ലേ. ലോകത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ
സ്നേഹത്തോടെ, വിനയത്തോടെ ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ഒരു സൽപ്രവർത്തികളും സത്യദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ഞാനിത് പറയുമ്പോ ആളുകൾ എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഉപദേശി, എന്തുകൊണ്ടാ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കണ്ടിട്ട് കേട്ടിട്ട് ദൈവത്തിന് ഞങ്ങളോട് പ്രസാദിക്കാൻ കഴിയാത്തത്? ഞാൻ നിങ്ങളോട് അതിനൊരു മറുപടി പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവം പ്രസാദിക്കാത്തതിനൊരു കാരണം ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ കാരണം, ദൈവമെന്ന് പറയുന്നത് സമ്പൂർണ്ണ വിശുദ്ധനാ. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമാരാ? സമ്പൂർണ്ണ വിശുദ്ധന. ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മിൽ പ്രസാദിപ്പിക്കണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% സത്യവും വിശുദ്ധവും നീതിയുമുള്ളതായിരിക്കണം. പക്ഷെ നിങ്ങൾക്കറിയാം, 100% ശരിയായി ജീവിക്കാൻ ഇവിടെ ആർക്ക് പറ്റും? അല്ലെ? ഒരു തെറ്റെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു കുറവില്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം 100% ശരിയാണോ? അല്ല. അങ്ങനൊരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. 100% സത്യസന്ധതയോടെ, 100% വിശുദ്ധിയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ലോകത്തിൽ ആർക്കും പറ്റില്ല. നാം എന്തു ചെയ്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അപൂർണതകൾ വരും. ഞാനീ പറഞ്ഞത് ശരിയല്ലേ? എത്ര നല്ല പോലെ ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാകും. എന്റെ ചോദ്യം, കുറവുള്ള, പരാജയമുള്ള, തെറ്റുള്ള നമ്മൾ ചെയ്യുന്ന അപൂർണമായ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് പ്രസാദം ലഭിക്കില്ല, പാപമോചനം ലഭിക്കില്ല. ഇന്ന് ഈ പ്രദേശത്ത് ഞങ്ങൾ വന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പറയാൻ മാത്രമല്ല, നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ, നിങ്ങൾ ഒരു നന്മ പ്രവൃത്തിയും ചെയ്യാതെ, നിങ്ങൾക്ക് സൗജന്യമായി ദൈവത്തിങ്കിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു മാർഗത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്റെ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മനുഷ്യന് ദൈവവും ഭാഗം നീതീകരിക്കപ്പെടാൻ പറ്റുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ നമ്മുടെ പുണ്യകർമ്മങ്ങൾക്ക് കഴിയാതിരിക്കുമോ? നമ്മുടെ നേർച്ച കാഴ്ചകൾക്ക് കഴിയാതിരിക്കുമോ? നമുക്ക് എങ്ങനെ പാപമോചനം കിട്ടും? ഒരേ ഒരു ഉത്തരം. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ സാക്ഷാൽ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നു. 33.5 വർഷം അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു. അവിടുന്ന് ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു ആരാ? സാക്ഷാൽ ദൈവമാ. അവിടുന്ന് ഒരേ സമയം ദൈവവും ഒരേ സമയവും മനുഷ്യനുമാണ്. എന്തിനാ അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്? ഉത്തരം, പാപത്താൽ മലിനമാകപ്പെട്ട മനുഷ്യൻ, ആത്മാവ് മലിനമായി തീർന്ന മനുഷ്യൻ, ദൈവത്തോട് അകന്നുപോയ മനുഷ്യൻ, മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾക്കും അവന്റെ സൽപ്രവൃത്തികൾക്കും അവന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. 33.5 വർഷത്തെ അവിടുത്തെ ജീവിതം, പരിപാവനമായ ജീവിതം, അവിടുന്ന് തന്റെ അടുക്കൽ വന്ന ആളുകളോടൊക്കെ അവിടുത്തെ വചനം, ദൈവരാജ്യത്തിന്റെ വചനം പറഞ്ഞു, മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞു. അല്ലേ? ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഗുരുനാഥൻ, നിന്റെ ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിടം കാണിച്ചു കൊടുക്കൽ പറഞ്ഞ യേശുവിന്റെ ഉപദേശം പോലെ ആരും പറഞ്ഞിട്ടില്ല. ആ യേശു ക്രിസ്തു അവന്റെ ഉപദേശം പോലെ ആരും ഉപദേശിച്ചിട്ടില്ല. അവിടുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വരാനുള്ള രാജ്യത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. അല്ലേ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് യേശു പറഞ്ഞു. മാത്രമല്ല, മരണത്തിനപ്പുറം ഭയങ്കരമായ ഒരു നരകവിധിയെക്കുറിച്ച് യേശു പറഞ്ഞു. അല്ല, ഇതൊക്കെ പഠിപ്പിച്ചേച്ച് അവിടുന്ന് തീർന്നില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് കൊണ്ട് തന്റെ 33.5 വയസ്സിൽ
മാനവജാതിയുടെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശു മരിച്ചു. എന്റെ മുമ്പിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മരിക്കും. പക്ഷേ യേശുവിന്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നില്ല. യേശു മരിച്ചത് പാപം ചെയ്തത് കൊണ്ട് മരിച്ചതല്ല. യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല. യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ച റോമൻ ഗവർണർ പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാനൊരു തെറ്റും കണ്ടിട്ടില്ല. വിസ്തരിച്ച കോടതികളൊക്കെ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശു മരിച്ചത് യേശുവിന്റെ പാപം കൊണ്ടായിരുന്നില്ല. യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടായിരുന്നില്ല. വചനം പറയുന്നു, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്താം? യേശു മരിച്ചത് താൻ ചെയ്ത പാപത്തിനുള്ള പ്രത്യുത മാനവരാശിയുടെ മുഴുവൻ പാപത്തെയും തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, ബൈബിള് പറഞ്ഞതുപോലെ പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണമാകയാൽ ആ മരണശിക്ഷ വരിക്കാനാണ് യേശു മരിച്ചത്. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സർവ്വ മനുഷ്യരുടെയും പാപം യേശു തന്റെ മേൽ ചുമന്നു. യേശു നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്നിട്ട് ആ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണം നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ പാപത്തിന് വേണ്ടിയാ. ബൈബിള് പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്തൊരുവൻ മരിക്കണമെന്നും പാപമില്ലാത്തൊരുവന്റെ രക്തം യാഗരക്തം ചൊരിയണമെന്നും ദൈവത്തിന്റെ വ്യവസ്ഥയാകയാൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നസ്രയനായ യേശു കാൽവറിയിൽ തന്റെ കൈകാലുകളെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് കാൽവറിയിൽ മരിച്ചു. അവിടുത്തെ വിലാപ്പുറം കുത്തിത്തുറന്നു. പുറപ്പെട്ടു വന്ന രക്തം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി പാപപരിഹാരത്തിനായി ഒരു യാഗം ആവശ്യമില്ല, പാപപരിഹാരത്തിന് വേണ്ടി വഴിപാടുകൾ ആവശ്യമില്ല, പാപപരിഹാരത്തിന് വേണ്ടി നേർച്ചകൾ ആവശ്യമില്ല, പാപപരിഹാരത്തിന് വേണ്ടി സാമ്പ്രാണിയോ കുന്തിരിക്കമോ ആവശ്യമില്ല. സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. മരണം കൊണ്ട് തീർന്നില്ല കേട്ടോ. യേശു ദൈവപുത്രനാണെന്ന് തെളിയുവാൻ മരിച്ച കർത്താവിനെ ഒരു കല്ലറയിൽ അടക്കി. ബൈബിള് പറയുന്നത്, മരണത്തെ ജയിച്ചുകൊണ്ട് പാതാളത്തെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരണത്തിൽ ജയിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്താ പ്രയോജനം? ലോകത്തുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമാ മരണഭീതി എന്ന് പറയുന്നത്. 90 വയസ്സായാലും ആളുകൾക്ക് മരിക്കാൻ പേടിയാ. എന്താ കാര്യമെന്നറിയാമോ? മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യൻ അറിയില്ല. പക്ഷേ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ദേശമേ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഇനി നിങ്ങളുടെ പാപം പരിഹരിക്കുവാൻ, ദൈവവുമായിട്ട് നിങ്ങൾക്ക് നിരപ്പാകുവാൻ, സ്വർഗത്തിൽ പോകുവാൻ മറ്റൊരു മാർഗവുമില്ല. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്വർഗത്തിൽ പോകുവാൻ ഒരേ ഒരു വഴി, അത് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു മതത്തിന്റെ കാര്യമല്ല. യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു സകല മനുഷ്യന്റെയും രക്ഷകനാണ്. ആരെ വിശ്വസിക്കുമോ? ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളോട് ആരോടും മതം മാറി ക്രിസ്ത്യാനിയാകാൻ ആവശ്യപ്പെടുന്നില്ല കേട്ടോ. മതം മാറ്റക്കാരല്ല ഞങ്ങൾ. പകരം നിങ്ങളുടെ മനസ്സിനൊരു മാറ്റമുണ്ടാകണം. നിങ്ങൾ വിശ്വസിക്കണം, യേശു എന്റെ രക്ഷകനാണ്. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്റെ പാപം പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്റെ നേർച്ച കാഴ്ചകൾക്കോ എന്റെ പുണ്യപ്രവൃത്തികൾക്കോ എന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമോ? യേശുവിന്റെ മരണം എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നുവെന്ന് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരെ, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ബൈബിള് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു. ഇത് മതം മാറ്റമല്ല, ഇത് മനസ്സിനുണ്ടാകുന്ന മാറ്റമാ. ഇന്ന് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്തിനാ യേശു വരുന്നത്? യേശു വരുന്നത് ഈ ലോകത്തിൽ പാപികളായി ജീവിച്ച് പരാജയപ്പെട്ട്
അല്ലെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വസിച്ച് യേശുവിന്റെ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളെ ചേർക്കുവാനാണ് യേശു വരുന്നത്. ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാ. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾക്ക് ഈ ഭൂമി താൽക്കാലികമാ, ഇവിടുത്തെ ഞങ്ങളുടെ ജീവിതം താൽക്കാലികമാ. ബൈബിൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്, ഒരു നിത്യ സ്വർഗമുണ്ട്. ഞങ്ങളുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. ഇന്ന് ഞാൻ എന്റെ വചനം ഇവിടെ അവസാനിപ്പിക്കുക. ഈ പ്രദേശത്ത് ഞങ്ങൾ വന്നത് ഈ സത്യം നിങ്ങളോട് പറയാനാ. നിങ്ങളാരും മരിച്ച് നരകത്തിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങളാരും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടവരല്ല. നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. ഒരു കാര്യം, ഈ സുവിശേഷ സത്യം നിങ്ങൾ വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചാൽ, യേശുവെ ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരത്ഭുതം സംഭവിക്കും. ആ അത്ഭുതം യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്നവിടെയാണ്. ഏതെങ്കിലും പള്ളിയിലാണോ, ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലാണോ, ഏതെങ്കിലുമൊക്കെ മോസ്കിലാണോ? ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരമാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് രാജാവായി, ദൈവമായി നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ യേശു വരുന്നു. യേശു വന്നാലുള്ള വ്യത്യാസം എന്താ? ദേ നോക്കിക്കേ, ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഈ സമാധാനമുണ്ട്. ഇന്ന് വീണ് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ട്. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾക്ക് നാളെക്കുറിച്ച് ഭീതിയില്ല. ഈ ലോകത്ത് എന്തൊക്കെ മാറിയാലും കർത്താവ് ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്നിനെയും ഭയമില്ല, നിരാശയില്ല. കേട്ടോ, നാടുകളൊക്കെ, നമ്മുടെ നാടുകളിൽ ആളുകളൊക്കെ മനസ്സാന്തരപ്പെട്ട ചരിത്രം നിങ്ങൾ കേട്ടോ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരുടെ അകത്ത് വലിയ പരിവർത്തനം സംഭവിച്ചതിന്റെ നൂറുകണക്കിന് സാക്ഷ്യം ഞങ്ങൾ പറയാം. അപ്പനെ അമ്മയെ തിരിച്ചറിയാതിരുന്നവര്, അല്ലെ, മക്കളെ തിരിച്ചറിയാതെ ജീവിച്ചവര്, അധർമ്മത്തിൽ ജീവിച്ചവര്, പാപത്തിൽ ജീവിച്ചവര്, മദ്യപാനത്തിലും ആസക്തിയിലും ജീവിച്ചവര്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതോടുകൂടി അവർ ദൈവമക്കളായി മാറി, സ്വഭാവം മാറി, അല്ലെ, മദ്യപാനം നിർത്തി, സമാധാനമില്ലാത്ത വീട്ടിൽ സമാധാനമുണ്ടായി. ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോ എന്റെ അപ്പനൊരു വലിയ മദ്യപാനിയായിരുന്നു, പക്ഷേ എന്റെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷം എന്റെ അപ്പൻ കേട്ടു. രക്ഷിക്കുന്ന യേശു, ജീവിതം മാറ്റുന്ന യേശു, സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുന്ന യേശു. എന്റെ അപ്പൻ മദ്യപിക്കുന്ന എന്റെ അപ്പൻ യേശു ഹൃദയത്തിൽ വന്നപ്പോ മദ്യപിക്കാതെ വീട്ടിൽ വന്നു, അല്ലേ? എന്റെ അപ്പൻ ഒരു പുതിയ മനുഷ്യനായി. ഇതാ ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾ മതം മാറണ്ട, നിങ്ങളുടെ പേര് മാറണ്ട, നിങ്ങളുടെ കുടുംബം മാറണ്ട. ഒറ്റ കാര്യം, ഒന്ന് വിശ്വസിക്കുമോ? യേശുവേ, എന്റെ ഹൃദയത്തിൽ ഒന്ന് വരണമേ. ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങ് ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് സമാധാനം തരണമേ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. കോടിക്കണക്കിന് രൂപ കൊണ്ട് ദൈവത്തിന്റെ സമാധാനം വിലക്ക് മേടിക്കാൻ പറ്റില്ല. ഇത് പൈസയൊക്കെ ഒത്തിരി ആൾക്കാരുടെ കയ്യിലുണ്ട്, പക്ഷെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അനേകായിരങ്ങൾക്ക്. പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാം, രാത്രിയിൽ ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ ഉറക്കം വരും. കാര്യമെന്താ? ബൈബിള് പറയുന്നു, ഞങ്ങളുടെ കർത്താവകത്തുള്ളത് കൊണ്ട് സ്വസ്ഥതയാ. ഇതാ ഞങ്ങളിവിടെ അഭിമാനത്തോട് പറയുന്നത്. എല്ലാത്തിനും അപ്പുറം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഏറിപ്പോയാൽ 100 വയസ്സ് വരെ ജീവിച്ചെന്നങ്ങ് വെച്ചോ, എന്നാൽ ഇവിടുന്ന് പോകണം. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ ഏറ്റെടുത്ത് സ്വീകരിച്ച് ദൈവമക്കളാക്കി ആയാൽ ഒരു നിത്യ ജീവിതം നിങ്ങൾക്കുണ്ട്, ഒരു നിത്യ സ്വർഗം. പക്ഷേ ഈ സന്ദേശം നിരാകരിച്ചാൽ ബൈബിള് പറയുന്നത്, സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ നിത്യനാശമെന്ന ഒരു ശിക്ഷാവിധി, ഒരു നരകവിധി. ഏത് നിങ്ങൾ തെരഞ്ഞെടുക്കും? ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ യേശുവിനെ ഹൃദയത്തിലേക്ക്, കർത്താവേ, എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു മതത്തിലേക്കുള്ള മാറ്റമല്ല, നിങ്ങളുടെ അകത്ത വിശ്വാസമാണ്. ഈ യേശു ജീവിക്കുന്ന ദൈവം. അവിടുന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷക്കാലം അവിടുന്ന് സൗഖ്യമാക്കാത്ത രോഗങ്ങളില്ല. മരിച്ചവരെ ഉയർപ്പിച്ചവനാ. ഈ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ ആട്ടിമുടി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകാൻ കഴിയും. മദ്യപാനത്തിന്റെ ആസക്തിയിൽപ്പെട്ട ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും നിങ്ങളുടെ മദ്യപാനം മാറിയില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ ഒറ്റ വാക്ക് അവിടുന്ന് ഹൃദയത്തിലേക്ക് വന്നാൽ, എൻ്റെ അപ്പന് മാനസാന്തരം കൊടുത്തെങ്കിൽ 100 കണക്കിന് ആളുകളെ യേശു മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ യേശുവിനിത് കഴിയും. അതുകൊണ്ട് ആ ധൈര്യത്തോടെ ഈ ദേശത്ത് ഞങ്ങൾ വന്നത്.
ഡിസിഷൻ നിങ്ങളുടെയാ, തീരുമാനം നിങ്ങളുടെയാ. ഒരു വാക്ക്, കർത്താവേ ഞാനൊരു പാപിയാണ്, എനിക്ക് അങ്ങേ വേണം, അങ്ങ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ അങ്ങേ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ദൈവം തരുന്നൊരു അവസരമാണ്. ഒരു വാക്കുകൂടെ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഒരു വല്ലാത്ത ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപവും അധർമ്മവും തിന്മയും പെരുകിയ ഈ ലോകത്ത്, മനുഷ്യബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഈ ലോകത്ത്, മനുഷ്യൻ മൃഗത്തെക്കാൾ ആത്മപതിച്ച ഈ ലോകത്ത് അങ്ങേ അറിയുവാൻ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഞങ്ങൾക്കൊരു പുതുജീവിതം ലഭിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. ആ പുതുജീവിതത്തിന്റെ സന്ദേശം ഇന്ന് ഈ പ്രദേശത്ത് വന്ന് നിന്റെ ജനത്തോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയം അങ്ങ് തുറക്കണമേ, അങ്ങ് അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലണമേ, അവർക്ക് നിത്യജീവൻ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ഈ പ്രദേശത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരണമേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു. ഇത്രത്തോളം സമയം വചനം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ.
എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ പടിഞ്ഞാറേ കല്ലട കൃഷിഭവനോട് ചേർന്നുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലേക്ക് നിങ്ങൾ കടന്നു വരാവുന്നതാണ്. അവിടെ വെള്ളി ഞായർ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 11 മുതൽ 1 മണിവരെയും ഞായറാഴ്ച 10 മുതൽ 1 മണിവരെയും പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എവിടേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതിനായി സെൽവെ ക്ഷണിക്കുന്നു. മഹാപരിശുദ്ധന് തീരുമാനമായ സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കർത്താവെ കടന്നു വരുന്നു. ദൈവമേ, ഹാലേലു കർത്താവെ, എത്രത്തോളം സമയം കർത്താവെ ഞങ്ങളെ ഇവിടെ പരിപാലിച്ച കൃപകൾക്കായി നന്ദിയോടെ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ദാസനെ ബലപ്പെടുത്തിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഹാലേലോ ഞങ്ങളിവിടെ വിദേശത്ത് കർത്താവെ ആർപ്പോടെ കൊയ്യുവാൻ തക്കവണ്ണം കർത്താവ് ദിവസങ്ങളിൽ ദൈവം വഴിയൊരുക്കുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലു കർത്താവ് ഈ വചനം കേട്ടവരോടൊക്കെയും കർത്താവ് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഹൃദയനുറക്കത്തോടായിരിക്കുന്നുവെങ്കിൽ കർത്താവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലോ രോഗത്തോടായിരിക്കുന്നുവെങ്കിൽ കർത്താവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലോ രോഗത്തിന് സൗഖ്യം തന്ന ദൈവത്തെ അറിയുവാൻ കർത്താവെ, ഹാലേലോ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവെ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമ്പൂർണ്ണ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, ഇവിടെ പാടുവാൻ കർത്താവെ ഹാലേലോ സൗകര്യങ്ങളെ ബലപ്പെടുത്തിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്ന ദൈവം നിങ്ങൾ ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ, കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനാൽ നന്ദിയോടെ എല്ലാ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സമ്പൂർണ്ണം താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട നല്ല കൃപകൾക്കായി സ്തോത്രം യേശുവിൻ നാം തന്നെ. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു, യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു, യേശുക്രിസ്തുവിനെ എഴുന്നേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ